പ്രിയപ്പെട്ടവരെ, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആനുവൽ ഇവാലുവേഷൻ 2023-24 മാർച്ച് മാസത്തിൽ ബേസിക് സയൻസിന് 5ാം ക്ലാസ്സിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശകലനമാണ്. ആക്ടിവിറ്റി 1 നമുക്ക് നോക്കാം. ഫോളോയിങ് ആർ ദ പ്ലാന്റിംഗ് മെറ്റീരിയൽ കളക്റ്റഡ് ബൈ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഫോർ പ്രിപ്പയറിംഗ് സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. സ്കൂൾ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിനായിട്ട് കുട്ടികൾ കൊണ്ടുവന്ന വിവിധ തരം സസ്യങ്ങളുടെ നടീൽ വസ്തുക്കളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പി പയറ്, സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്, സ്നേക്ക് ഗാർഡ് പടവലം, ഹാഷ് ഗാർഡ് കുമ്പളം, പംകിൻ മത്തൻ, ഐവി ഗാർഡ് കോവൽ, ബിറ്റർ ഗാർഡ് പാവൽ, കുക്കുംബർ വെള്ളരി. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഗ്രോത്ത്. അവരുടെ വളർച്ചാ രീതി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യണം. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ഗ്രൂപ്പ് ബി. ഗ്രൂപ്പ് ബിക്ക് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ക്രീപ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴവള്ളികളാണ്. ഇഴവള്ളികളായിട്ടുള്ളതിനെ ഇവിടെ തിരിക്കുക. പി വെച്ചാൽ നമ്മൾ അതിന് എന്താ പറയുക, ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ ആരോഹികൾ എന്ന് പറയും. അപ്പോൾ ക്രീപ്പേഴ്സിൽ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങുണ്ട്. പിന്നെ ഏതാണ് നിലത്തിൽ കൂടെ ഇഴഞ്ഞു പോകുന്നത്? വേറെ ഏതുള്ളത്? കുമ്പളം അല്ലേ. പി നിലത്തിൽ കൂടെ ഇഴയുന്നില്ല, ക്ലൈംബറാണ്. സ്വീറ്റ് പൊട്ടറ്റോ ക്രീപ്പറാണ്. സ്നേക്ക് ഗാർഡ് പടവലം, അത് ക്ലൈംബറാണ്. സ്നേക്ക് ഗാർഡ്. പിന്നെ ആഷ് ഗാർഡ് കുമ്പളം. മധുരക്കിഴങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ. പിന്നെയുള്ളത് കുമ്പളം, ആഷ് ഗാർഡാണ്. നിലത്ത് കൂടെ പടർന്ന് ഉണ്ടാകും, ആഷ് ഗാർഡ്. പംകിൻ മത്തനും നിലത്തിൽ കൂടെ എഴഞ്ഞുണ്ടാകും, പംകിൻ. ഐവി ഗാർഡ് കോവൽ ക്ലൈംബറാണ് അല്ലേ. ബിറ്റർ ഗാർഡ് പാവലും ക്ലൈംബറാണ് അല്ലേ. പാവയ്ക്ക കുക്കുംബർ വെള്ളരി ക്രീപ്പറാണ് അല്ലേ. ഇങ്ങനെ നമ്മൾ തരംതിരിച്ചു. ക്രീപ്പേഴ്സ് സ്വീറ്റ് പൊട്ടറ്റോ, ആഷ് ഗാർഡ്, പംകിൻ, കുക്കുംബർ. ക്ലൈംബേഴ്സ് പി, സ്നേക്ക് ഗാർഡ്, ഐവി ഗാർഡ്, ബിറ്റർ ഗാർഡ്. ഐവി ഗാർഡ് എന്ന് വെച്ചാൽ കോവൽ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് മാത്രം തിരഞ്ഞെടുക്കണം. ന്യൂമാറ്റോഫോർസ് ആർ സീൻ ഇൻ ദ സ്ക്രൂ പൈൻ. ആറ്റുകൈതയിൽ ശ്വസന വേരുകൾ കാണപ്പെടുന്നു. ശ്വസന വേര് ആറ്റുകൈതയിലുണ്ടോ? ഇല്ല. അത് ഉള്ളത് മാംഗ്രോവ്സിലാണ് അല്ലേ. ന്യൂമാറ്റോഫോർസ് ഉള്ളത് മാംഗ്രോവ്സിലാണ്. മാംഗ്രോവ്സ് എന്ന് വെച്ചാൽ കണ്ടൽ ചെടികൾ. ലീഫ് ടിപ്പ് ഓഫ് ഗ്ലോറിയോസ് ഈസ് മോഡിഫൈഡ് ഇൻറ്റു ടെൻഡ്രിൽസ്. മേന്തോന്നിയിലെ ഇലയുടെ അഗ്രങ്ങൾ പ്രധാനങ്ങൾ കാണപ്പെടും. മേന്തോന്നി പറയുന്ന ചെടിയുടെ ഇലയുടെ അഗ്രങ്ങളിൽ ടെൻഡ്രിൽസ് ഉണ്ടെന്ന്. അത് ശരിയാണ്. ആ പ്രസ്താവന ശരിയാണ്. അതിൻ്റെ ഇലയുടെ അറ്റത്തൊരു ടെൻഡ്രിൽസ് ഉണ്ട്. അടുത്ത ക്ലിങ്ങിങ് റൂട്ട്സ് ആർ സീൻ ഇൻ പെപ്പർ. ക്ലിങ്ങിങ് റൂട്ട്സ് പറ്റുവേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യമാണ് കുരുമുളക്. കുരുമുളകിൻ്റെ വേരുകൾ പറ്റുവേരുകളാണ്. അതും ശരിയാണ്.
Observe the different arrangements done by a child for the germination of seeds. In which arrangement is seed sprouting possible? വിത്ത് മുളയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പരീക്ഷണത്തിന് വേണ്ടി ഒരു കുട്ടി തയ്യാറാക്കിയത് ശ്രദ്ധിച്ച് ഇവയിൽ ഏതെല്ലാം സംവിധാനങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ അറേഞ്ച്മെൻറ്റ്സിൽ കോട്ടൺ വിത്തൗട്ട് എനി ട്രേസ് ഓഫ് വാട്ടർ, ജലാംശം ഒട്ടുമില്ലാത്ത പഞ്ഞിക്കകത്താണ് പയർ വിത്തിരിക്കുന്നത്. വെറ്റ് കോട്ടൺ, കുറച്ച് നനഞ്ഞ പഞ്ഞിയിലാണ് എന്തിരിക്കുന്നത്, പയർ വിത്ത്. സോയിൽ വിത്തൗട്ട് എനി ട്രേസ് ഓഫ് വാട്ടർ, ജലാംശമില്ലാത്ത മണ്ണിലാണ്. അതുപോലെ വെറ്റ് സോയിൽ, നനഞ്ഞ മണ്ണ്. ഇതിലേത് ഒക്കെ ഓപ്ഷനിലാണ് വിത്ത് മുളയ്ക്കുക? ഇതിൽ വെറ്റ് കോട്ടൺ ഉള്ള ഈ രണ്ടാമത്തേലും നാലാമത്തേലും വിത്ത് മുളയ്ക്കും. ജലാംശമില്ലാതെ എന്തുണ്ടാവില്ല, വിത്ത് മുളയ്ക്കില്ല. വിത്ത് മുളയ്ക്കാൻ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതാണ്? ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ്, 50ാമത്തെ പേജ് പറയുന്നത്, എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. സൺലൈറ്റ് ആൻഡ് സോയിൽ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. മുളച്ചതിന് ശേഷം മതി സൺലൈറ്റും മണ്ണും. എയർ വേണം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും, രണ്ടാമത്തേൽ കപ്പാണ്, എയർ കിട്ടും. പിന്നെ വാട്ടർ, നനവ് ഉണ്ടെങ്കിൽ ചെറിയ നനവ് കിട്ടിയാൽ മതി, അത് മുളയ്ക്കും. ഇതിൽ രണ്ടിലും നനവുണ്ട്. ഫേവറബിൾ ടെമ്പറേച്ചർ, സ്വാഭാവികമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ, ഒരു കുട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ ഫേവറബിൾ ടെമ്പറേച്ചർ കിട്ടും. ഈസ് എസെൻഷ്യൽ ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അപ്പോൾ വൈ എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ രണ്ടാമത്തതും മൂന്നാമത്തതുമാണ്, നാലാമത്തതാണ് മുളയ്ക്കുന്നത്. വൈ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ ഇത്രയും വരെ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൺലൈറ്റ് നെസസറി ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്. വിത്ത് മുളയ്ക്കാൻ സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, സൺലൈറ്റ് ആൻഡ് സോയിൽ റിക്വയർഡ് ഫോർ ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. മുളച്ചതിന് ശേഷം മതി സൺലൈറ്റ്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ വിത്ത് മുളയ്ക്കാൻ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദിസ്. സൺലൈറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്യണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 49ാമത്തെ പേജിലുണ്ട്. ഈ സൺലൈറ്റ് 49ാമത്തെ പേജ്, ഈ സൺലൈറ്റ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഈ പരീക്ഷണമാണ് എഴുതുന്നത്. പുട്ട് സം സോയിൽസ് ഇൻ ദ ഡിസ്പോസിബിൾ ഗ്ലാസ് ഹാവിങ് ഹോൾസ് അറ്റ് ഇറ്റ്സ് ബേസ്. ഗ്ലാസ്സിൽ കുറച്ച് ഹോൾസ് ഇട്ടിട്ട് കുറച്ച് മണ്ണിടുക. ആഫ്റ്റർ പുട്ടിങ് സം പീ സീഡ്സ്, പയർ വിത്തിടുക. ഫോർ സം വാട്ടർ, വെള്ളം ഒഴിക്കുക. പ്ലേസ് ദ ഗ്ലാസ് ഇൻ എ കാർഡ്ബോർഡ് ബോക്സിൽ വെക്കുക. ആൻഡ് കവർ ഇറ്റ് സച്ച് എ വേ ദാറ്റ് ദ സൺലൈറ്റ് നെവർ എൻറ്റേഴ്സ് ഇറ്റ്. സൺലൈറ്റ് കയറാത്ത വിധത്തിൽ അടച്ചു വെക്കുക. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട് ഫ്രം ദ എക്സ്പെരിമെൻറ്റ്? എന്താണ് കാണാൻ സാധിക്കുക? വിത്ത് മുളയ്ക്കും. റൈറ്റ് ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ ദ സയൻസ് ഡയറി. സൺലൈറ്റ് ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കും. നമ്മൾ രാത്രി കാലങ്ങളിൽ പയർ വിത്താണേലും കടല വിത്താണേലും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് മുളച്ച് വരും. രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ മുളയ്ക്കും. ഈ ഒരു പരീക്ഷണം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരമായി. ഇനി അതിൻ്റെ അകത്തെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഡ്യൂറിങ് ജെർമിനേഷൻ പ്രിമ്യൂൾ കംസ് ഔട്ട് ഫസ്റ്റ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജശീർഷമാണ് എന്നാണ്. ബീജശീർഷമല്ല, ബീജമൂലമാണ്. അപ്പോൾ ഇത് തെറ്റ്. ഡ്യൂറിങ് ജെർമിനേഷൻ റാഡിക്കൽ കംസ് ഔട്ട് ഫസ്റ്റ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലമാണ് ആദ്യം വരുന്നത്. അത് ശരിയാണ്. റാഡിക്കൽ ഡെവലപ്സ് ഇൻറ്റു സ്റ്റെം. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദി ടൈം. നാക്കിൻ്റെ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ശ്രദ്ധിച്ചോ? എന്താണ്? നാക്കിൻ്റെ അറ്റത്ത് സ്വീറ്റ്, മധുരം. നാക്കിൻ്റെ ഏറ്റവും പുറകിൽ കയ്പ്.
അല്ല ബിറ്റർ. വിച്ച് ടേസ്റ്റ്, അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ടേസ്റ്റ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ ദ പാർട്സ് മാർക്ക്ഡ് ആസ് ബി ആൻഡ് സി ഇൻ ദ പിക്ചർ. ബിയും സിയും ഏത് ടേസ്റ്റാണ് ഇവിടെ നമുക്ക് തരുന്നത്? അവിടെ പേജ് നമ്പർ 93 ചിത്രത്തിലുണ്ട്. സ്വീറ്റ് ആദ്യമുണ്ട്, ബിറ്റർ ഉണ്ട് അവസാനം. സ്വീറ്റ് കഴിഞ്ഞാൽ തന്നെ സാൾട്ട്, ഉപ്പ് രസം, അതിനുശേഷം സോർ, പുളിരസം. അപ്പം ബി എന്ന് പറയുന്നത് സാൾട്ടാണ്, ബി എന്ന് പറയുന്നത് സാൾട്ടാണ്, സി എന്ന് പറയുന്നത് സോറാണ്, പുളിരസമാണ്. റൈറ്റ് 3. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് ദ ഇയർ. ചെവിയെ സംരക്ഷിക്കാനുള്ള ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതണം. അപ്പം നമ്മുടെ പേജ് നമ്പർ 91 പ്രൊട്ടക്ഷൻ ഓഫ് ഇയർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ എഴുതുക. ഡു നോട്ട് പുട്ട് പോയിന്റഡ് ഒബ്ജക്ട്സ് ഇൻ ദ ഇയർ. മൂർച്ചയുള്ള വസ്തുക്കൾ ചെവിയിലിടരുത്. ഡു നോട്ട് ലിസൺ ടു ദ ലൗഡ് സൗണ്ട് കണ്ടിന്യൂസ്ലി. അമിതമായ സൗണ്ട് തുടർച്ചയായി കേൾക്കരുത്. ഡു നോട്ട് pour വാട്ടർ or other liquid into ആക്ടിവിറ്റി 4 ചോദിക്കുന്നത് ഓർഗാനിക് റിമെയിൻസ് ആർ ഡീകമ്പോസ്ഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജൈവാവശിഷ്ടങ്ങൾ ജീർണിക്കുന്നത് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തന ഫലമായാണ്. റൈറ്റ് എനി 2 അതർ യൂസസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ മറ്റ് 2 സവിശേഷതകൾ കൂടി എഴുതുക. മൈക്രോ ഓർഗാനിസം നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ പേജ് നമ്പർ 102 പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇഫ് ദർ ഈസ് നോ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പം അവിടെ നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങളിൽ ചിലതാണ് ടേണിങ് മിൽക്ക് ഇൻ ടു കേർഡ്. പാല് തൈരാക്കി തരുന്നുണ്ട്. ഫെർമിനേഷൻ ഓഫ് റൈസ് ബാറ്റർ. അപ്പം പുളിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ? അപ്പത്തിന് വേണ്ട മാവ് പുളിപ്പിച്ച് തരുന്നുണ്ട്. കൺവേർട്ടിങ് atmospheric nitrogen into salt in the soil which are essential absorbed by plants. അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് ലയിപ്പിച്ചിട്ട് അത് പ്ലാന്റ്സിന് വലിച്ചെടുക്കാൻ സഹായകരമാക്കി കൊടുക്കുന്നുണ്ട്. ഡീകമ്പോസിങ് ഫേഷ്യൽ മാറ്റർ ഇൻ ടു ദ സോയിൽ. അതുപോലെ തന്നെ പല ജൈവാവശിഷ്ടങ്ങളും വളമാക്കി കൊടുക്കുന്നുണ്ട്. യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്, വിനെഗർ, ജൂട്ട്, ടുബാക്കോ, ലെതർ എക്സെട്ര. ഇതിൻ്റെയൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഏതിൻ്റെ? മിൽക്ക് പ്രൊഡക്ട്സ്, തൈര്, എണ്ണ, ഗീ, വിനാഗിരി, അതുപോലെ ജൂട്ട്, ചാണകനൂല്, ടുബാക്കോ, പുകയില, ലെതർ, അതുപോലെ തൊലി കൊണ്ടുള്ള വസ്ത്രങ്ങളും ബാഗുകളൊക്കെ ഉണ്ടാക്കാൻ എല്ലാത്തിനും സഹായിക്കുന്നത് ഈ മൈക്രോ ഓർഗാനിസമാണ്. യൂട്ടിലൈസിങ് ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. പല മെഡിസിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പല സൂപ്പർ ബഗ് ഓയിൽ അല്ലെ, സീ ക്ലീനിങ്, കടൽ ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ടോപ്പിക് ദ വേൾഡ് വിത്തൗട്ട് എ മൈക്രോ ഓർഗാനിസം. ഈ ലോകത്ത് മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയെക്കുറിച്ച് നമ്മളോട് ഒരു നോട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമുക്കറിയാം ഈ നോട്ട് തന്നെയാണ് ഇഫ് ദർ ഇസ് എ നോ മൈക്രോ ഓർഗാനിസം ദർ ഇസ് നോ എനി എന്താണ് അസുഖങ്ങൾ അല്ലേ, ദർ ഇസ് നോ എനി സിക്ക്, ഒരു പ്രോബ്ലം. അപ്പം മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, പ്രശ്നങ്ങൾ, അസുഖങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളുടെ എല്ലാം ഗുണം കിട്ടുമെന്ന് പേജ് നമ്പർ 102. ഇതിനെ നിങ്ങൾ സംഹരിച്ച് നിങ്ങളുടേതായ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ച് എഴുതുക. ഓക്കെ, ഇനി
ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഇതിൽ ശരിയായത് കണ്ടുപിടിച്ചെഴുതുക. ശരിയായ വെച്ചാൽ ജോണ്ടിസ്, ടൈഫോയിഡ് ആൻഡ് റാറ്റ് ഫീവർ ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഹൗസ് ഫ്ലൈ. മഞ്ഞപ്പിത്തം, അതുപോലെ ടൈഫോയിഡ്, എലിപ്പനി എന്നിവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ്. ഇതൊന്നും ഈച്ച മുഖേനയല്ല പകരുന്നത്, വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ്. അത് തെറ്റാണ്. ചിക്കൻ ബോക്സ്, മീസിൽസ്, ട്യൂബർക്കുലോസിസ്. ചിക്കൻ ബോക്സും മറ്റേ മുണ്ടിനീര്, ട്യൂബർക്കുലോസിസ്, ക്ഷയം എന്നീ രോഗങ്ങൾ വായുവിലൂടെ പകരുന്നു. ശരിയാണ്, അത് വായുവിലൂടെയാണ് പകരുന്നത്. ഫിലാരിയാസിസ്, മലേറിയ, ഡെങ്കിപ്പനി, ഡെങ്കി ഫീവർ ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്ട്. മന്തും മലമ്പനിയും ഡെങ്കിപ്പനി എന്നിവ സമ്പർക്കത്തിലൂടെയാണ്, അല്ല കൊതുക് വഴിയാണ്. ഇതും തെറ്റാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 4ൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബി ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തം വാക്കിൽ എഴുതുക. എന്താണ് എഴുതുന്നത് വെച്ചാൽ, സൂക്ഷ്മജീവികളില്ലെങ്കിൽ പല രോഗങ്ങളും ഉണ്ടാവില്ല. മനുഷ്യൻ്റെ ആഹാര വസ്തുക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങി അനുയോജ്യമായ ആശയങ്ങൾ ഉൾപ്പെടുത്തി ഭാവനാപൂർണമായ ഒരു കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. മൈക്രോ ഓർഗാനിസം ഇല്ലെങ്കിൽ ഇവിടെ ഡെഡ് ബോഡികൾ കുവിഞ്ഞുകൂടും, അല്ലേ? അതുപോലെ സസ്യങ്ങൾക്ക് വളം കിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്കറിയാവുന്ന ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 5ലേക്ക് കടക്കാം. ആക്ടിവിറ്റി 5ൽ പറയുന്നത്, ലുക്ക് അറ്റ് ദ ഡയഗ്രാം റിലേറ്റഡ് ടു ദ യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഗിവൺ ബിലോ, കംപ്ലീറ്റ് ഇറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് മിഡിൽ. മിലിറ്ററി ഡിഫൻസ്, സൈനികപരമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇത് സഹായിക്കുന്നുണ്ട്. ഫിഷറി റിസോഴ്സസ്, മത്സ്യസമ്പത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 കാര്യങ്ങൾ കൂടി എഴുതണം. അത് നമ്മുടെ പേജ് നമ്പർ 110 110 നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ കൊണ്ടുള്ള കുറേ ഉപയോഗങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. ഐഡൻറ്റിഫൈ ലാൻഡ് റിസോഴ്സസ്, പെട്രോളിയം, മിനറൽസ്. നമുക്ക് പെട്രോളിയമോ മറ്റ് ലവണധാതുക്കളോ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഫിഷറി റിസോഴ്സസ് അത് ഓൾറെഡി തന്നതാണ്. ക്ലൈമറ്റോളജി, കാലാവസ്ഥ നമുക്ക് പറഞ്ഞു തരും. സ്റ്റഡി ഓഫ് ഫോറസ്റ്റ്, ലാൻഡ്, വെറ്റ്ലാൻഡ്സ്, നദീതടങ്ങളെക്കുറിച്ചും ഫോറസ്റ്റിനെ കുറിച്ചും അത് അങ്ങനെയുള്ള ഏരിയകളെക്കുറിച്ച് നമുക്ക് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സഹായിക്കുന്നുണ്ട്. സ്പേസ് റിസർച്ച്, ബഹിരാകാശ ഗവേഷണത്തിന് സഹായിക്കും. മിലിറ്ററി ഡിഫൻസ് അത് ഓൾറെഡി തന്നതാണ്. കമ്മ്യൂണിക്കേഷൻ, TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് ഇതിനെല്ലാത്തിനും നമ്മളെ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ടു പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ഫോർ ലാൻഡ്, സീ, എയർ ട്രാൻസ്പോർട്ട്, കരയിലൂടെയും ആകാശത്തിലൂടെയുമുള്ള യാത്രയിൽ റൂട്ടുകൾ പറഞ്ഞു തരാൻ നമ്മളെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സഹായിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഒരു പട്ടിക പൂർത്തിയായി. ആ പട്ടിക എഴുതുക. 6 എണ്ണം ഉണ്ട്, അതിലേതെങ്കിലും. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്ത്യൻ സ്പേസ് ഏജൻസി. ഇതിലെ ഇന്ത്യൻ സ്പേസ് ഏജൻസി ഏതാണ്? നാസയാണോ, ISRO ആണോ, CNA ആണോ, ESA ആണോ? അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 115-ാമത്തെ പേജ് തന്നിട്ടുണ്ട്. ISRO ആണ് ഇന്ത്യയുടേത്. അപ്പോൾ ചോദ്യം ഇവിടെ എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്ത്യൻ സ്പേസ് ഏജൻസി. ഇന്ത്യൻ സ്പേസ് ഏജൻസി ഏതാണ്? ISRO. നാസ ഏതാണ്? USA. അതല്ല ഇന്ത്യയുടെ. CNSA ഏതാണ്? CNSA ചൈനയുടെ, അത് ഇന്ത്യയുടെയാണ്. ESA ഏതാണ്? യൂറോപ്പ്. ഇതിലേതാണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത നെയിം ദ ആസ്ട്രോണറ്റ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യയിൽ നിന്നും ജീവിച്ച ഒരു ആസ്ട്രോണറ്റ്, ബഹിരാകാശ സഞ്ചാരി, ഹു സെക്യൂർഡ് 2 വേൾഡ് റെക്കോർഡ് ഇൻ ദ സ്പേസ് ട്രാവൽ.
2 വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച നമ്മുടെ ഇന്ത്യൻ സ്പേസ് ഏജൻസി നമ്മുടെ ഇന്ത്യയിലെ ഒരാളുണ്ട്. അതാരാണ്? അതാണ് നമ്മുടെ സുനിത വില്യംസ്. 112-ാമത്തെ പേജിൽ അവസാനം പറയുന്നുണ്ട് സുനിത വില്യംസ് ഹോൾഡ് 2 വേൾഡ് റെക്കോർഡ്സ്. കണ്ടോ, സുനിത വില്യം 2 വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഹെയർ ക്രെഡിറ്റ് ആസ് 1 ദ വുമൺ ഹു ഹാസ് സ്പെൻഡ് ദ ലോങ്സ്റ്റ് ടൈം ഇൻ ദ സ്പേസ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചെലവഴിച്ച വനിത എന്നതിൽ 1. രണ്ടാമത്തെ ദ വുമൺ ഹു വാക്ക്ഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം ഇൻ ദ സ്പേസ്. സ്ത്രീകളിൽ സ്പേസിൽ കൂടുതൽ നടന്ന വ്യക്തിയും സുനിത വില്യംസ്. സ്ത്രീകളിലാണ് കേട്ടോ, അതുകൊണ്ടാണ് സുനിത വില്യംസിനായിട്ട്. അപ്പോൾ ഈ 2 വേൾഡ് റെക്കോർഡും കിട്ടിയ ഇന്ത്യൻ വനിതയാണ് ആര്? നമ്മുടെ സുനിത വില്യംസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം, സുനിത വില്യംസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി 6 എന്താണെന്ന് നോക്കിക്കേ. ഒബ്സർവ് ദ ടേബിൾ ഗിവൻ ബിലോ. ഈ ടേബിൾ നോക്കിക്കേ. ഇൻസെക്ട്സുകൾ എന്തൊക്കെയാണ്? ആൻഡ്, ഗ്രാസ് ചോപ്പർ, ബട്ടർഫ്ലൈസ്, ബീറ്റിൽ, ഹൗസ് ഫ്ലൈ അല്ലേ, ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, പൂമ്പാറ്റകൾ, വണ്ട്, ഹൗസ് ഫ്ലൈ, ഈച്ച. ഇവിടെ തന്നിരിക്കുന്നത് ക്രോക്കഡൈൽ, സ്നേക്ക്, ക്രോക്കഡൈൽ മുതല, പാമ്പ്, സ്നേക്ക് പാമ്പ്, പല്ലി, ഹൗസ് ലിസാർഡ് പല്ലി, മാബിയ അരണ, കലോട്ടസ് ഓന്ത്. ഇത് ഏത് കാറ്റഗറിപ്പെടുന്നു? അപ്പം ഐഡന്റിഫൈ ഗ്രൂപ്പ് ബി. ഈ ഗ്രൂപ്പ് ബി ഏത് കാറ്റഗറിയാണ്? ഇവിടെ എഴുതണം അത്. ആൻഡ് റൈറ്റ് ദ പെക്യുലാരിറ്റീസ്. അതിൻ്റെ പ്രത്യേകത എഴുതണം. ഇത് നമ്മുടെ പേജ് നമ്പർ 123 വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇതാ നമുക്ക് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രാസ് ചോപ്പർ, മോത്ത്, ബീറ്റിൽ ഇതൊക്കെ തന്നിട്ടുണ്ട് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 3 നോക്കിക്കേ. ക്രോക്കഡൈൽ മുതല, സ്നേക്ക്, ലിസാർഡ്, ഈ മാബിയ, അരണ, കലോട്ടസ്. ഈ സാധനമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ താഴെ കൊടുക്കുന്നത്? ഗ്രൂപ്പ് 3 ആർ റെപ്റ്റൈൽസ്. ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഉരഗങ്ങളാണ്. എന്താണ്? ഗ്രൂപ്പ് 3 ഉരഗങ്ങൾ, റെപ്റ്റൈൽസ് ആണ്. അപ്പം നമ്മളിവിടെ എഴുതുന്നത് റെപ്റ്റൈൽസ്. ഓക്കെ, ഗ്രൂപ്പ് 3 റെപ്റ്റൈൽസ്. ചോദ്യമുണ്ട്. ആൻഡ് റൈറ്റ് ഇറ്റ് പെക്യുലാരിറ്റീസ്. എന്താണ് റെപ്റ്റൈൽസിൻ്റെ പെക്യുലാരിറ്റീസ്? പെക്യുലാരിറ്റീസ്, their skin is dry. അതിൻ്റെ ചർമ്മങ്ങൾ വരണ്ടതും, ആൻഡ് സ്കെയിലിയുമാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പം അതിൻ്റെ ഉരഗങ്ങളുടെ ചർമ്മം വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളവയുമാണെന്ന് നമ്മൾ എഴുതണം. ശൽക്കങ്ങൾ ഉള്ളവയും. their skin dry and scaly. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം കിട്ടി. ഇനി ഫൈൻഡ് ഔട്ട് ദ എഗ് ലേയിങ് ആലിമെന്റ്സ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മുട്ടയിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? ബാറ്റ്, വവ്വാൽ മുട്ടയിടുവാണോ? പറക്കുന്ന സസ്തനിയാണ് അല്ലേ, മമ്മൽസ് ആണ്, ഫ്ലൈയിങ് മമ്മൽസ് ആണ്. ഇത് മുട്ടയിടില്ല. ക്രോക്കഡൈൽ, ചീങ്കണ്ണി മുട്ടയിടും. ഗപ്പി ഒരു മീനാണ്, അത് മുട്ടയിടും. റാറ്റ്, എലിയാണ്, എലി മുട്ടയിടില്ല. ഇതിൽ മുട്ടയിടുന്നത് ക്രോക്കഡൈലും ഗപ്പിയുമാണ്. ഓക്കെ, ചീങ്കണ്ണിയും ഗപ്പി എന്ന് പറയുന്ന ഫിഷുമാണ് മുട്ടയിടുന്നത്. ഇനി അടുത്ത്, നെയിം ദ യങ് വൺ ദാറ്റ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ് ആൻഡ് ഡു നോട്ട് റിസംബിൾ ദെയർ പേരൻസ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അത് അമ്മയെപ്പോലെ ആകാതിരിക്കുകയും ചെയ്യുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ്? 124-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ദ യങ് വൺ ഹാച്ചിങ് ഔട്ട് ദി എഗ്സ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. ഓഫ് സെർട്ടൺ ഓർഗനിസം, ചില ജീവികളിൽ. ഡു നോട്ട് റിസംബിൾ ദെയർ പേരൻസ്, അത് അതിൻ്റെ പേരൻസിനെ പോലെയല്ല. ദേ ആർ കോൾഡ് ലാർവ.
അതിനെ വിളിക്കുന്ന പേരാണ് ലാർവേ. LARVAE. സ്പെല്ലിംഗ് ഓർക്കണം. LARVAE. ലാർവേ. ഇതിൻ്റെ ഉത്തരമാണ് ലാർവേ. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ അമ്മയെ ആക്ടിവിറ്റി 7. ഡു യു ഒബ്സർവ് ഡ്രൈ ഡേ? നിങ്ങൾ മനസ്സിലാക്കി കാണാം ഡ്രൈ ഡേയെ കുറിച്ചല്ലേ. നമ്മൾ പേജ് നമ്പർ 100 ഫ്രൈഡേയെക്കുറിച്ച്, ഫ്രൈഡേ ഒബ്സർവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അറ്റ് യുവർ ഹോം ആൻഡ് സ്കൂൾ. അപ്പം സ്കൂളിലും നമ്മുടെ വീട്ടിലും ഡ്രൈ ഡേ ആചരിക്കണം. സം ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഡ്രൈ ഡേ ആർ ഗിവൺ ബിലോ ഇൻ ദ ടേബിൾ. ചില കാര്യങ്ങളാണ് ഡ്രൈ ഡേ ആചരണമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഈച്ച് ആക്ടിവിറ്റി ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ ഇവയോരോന്നും ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. ഡ്രൈ ഡേ ആക്ടിവിറ്റീസ്, ഡ്രൈ ഡേ പ്രവർത്തനം, അതിൻ്റെ കാരണം, റീസൺ. ഒബ്സർവ് ഡ്രൈ ഡേ വൺസ് ഇൻ എ വീക്ക്. ഡ്രൈ ഡേ ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ പ്രധാന കാരണം ഡ്രൈ ഡേ ഒബ്സർവേഷൻ 100ാമത്തെ പേജ് പറയുന്നത് ദ എഗ് ആർ മോസ്കിറ്റോസ് ടേക്ക് 8 days in hatch, 8 to hatch. 8 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയും. ദ എഗ് ഓഫ് മോസ്കിറ്റോസ് ടേക്ക് 8 days to hatch. 8 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുന്നത് കൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഇത് ആചരിക്കുന്നത്. മുട്ട വിരിയുന്നതിന് മുമ്പേ നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ. അടുത്ത ഡ്രെയിൻ ഔട്ട് സ്റ്റാഗ്നന്റ് വാട്ടർ ഫ്രം കോക്കനട്ട് ഷെൽ, പോട്ട് എക്സെട്ര. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ചിരട്ട, പാത്രം തുടങ്ങിയവയിൽ കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഒഴിവാക്കുന്നത്? അപ്പം ഇവിടെ പറയുന്നുണ്ട് ദിസ് ഡൺ ബൈ ഡ്രെയിനിങ് എവേ സ്റ്റാഗ്നന്റ് വാട്ടർ ഫ്രം കോക്കനട്ട് ഷെൽ, toys, plastic, egg shells, pot holders and other traces. It will be more effective when this is done on the same day by all the people residing in the area. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചിരട്ടയിൽ? കാരണം ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് മുട്ട വിരിയുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ചിരട്ടയിലും മറ്റും സ്റ്റാഗ്നന്റ് വാട്ടറിൽ നിന്നാണ് മുട്ട വിരിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാഗ്നന്റ് വാട്ടേഴ്സാണ് നമ്മളിവിടെ നശിപ്പിച്ച് കളയുന്നത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ. ഇപ്പോൾ കൊതുകിൻ്റെ മുട്ട വിരിയാൻ 8 ദിവസം ആവശ്യമാണ്. ഇപ്പോൾ കൊതുക് മുട്ട വിരിയുന്നതിന് കെട്ടിക്കിടക്കുന്ന ജലത്തിലായതിനാൽ അതിനെ നശിപ്പിച്ച് കളയേണ്ടതിന് ആവശ്യമുള്ളതുകൊണ്ടാണ് ദ മോസ്കിറ്റോസ് എഗ്സ് ആർ hatch in the stagnant water from coconut shell and pots, so that എന്താണ് നമ്മളത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത്. So that we are drain out these coconut shell and pots. People observe dry day together on the same day. എല്ലാവരും ഒരുമിച്ച്, നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ച് ഒരേ ദിവസം ഡ്രൈ ഡേ ആചരിക്കുന്നതിന് കാരണം എന്താണ്? The egg of the mosquito at different places will be destroyed together. നാട്ടിലെ വിവിധ ഇടങ്ങളിലെ കൊതുകിൻ്റെ മുട്ടകൾ ഒരുമിച്ച് തന്നെ നശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മുട്ടകളും ഒരുമിച്ച് നശിക്കും. റൈറ്റ്. അതർ ടു വേസ് ടു വേ ബൈ വിച്ച് വി ക്യാൻ എസ്കേപ്പ് ഫ്രം മോസ്കിറ്റോ ബൈറ്റ്. കൊതുകിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ നാം സ്വീകരിക്കുന്ന ഏതെങ്കിലും മറ്റ് 2 മാർഗങ്ങൾ എഴുതുക. ഒന്ന്, ഇവിടെ 100ാമത്തെ പേജ് കൊടുത്തത്, ഒന്ന് മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുകയ്ക്കാം, അല്ലെങ്കിൽ മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചന്ദനത്തിൽ പുകയ്ക്കാം. അപ്പം അങ്ങനെയുള്ള ഇതിലെ ഏതെങ്കിലും ഒരു 2 കാര്യങ്ങൾ മാത്രമേ എഴുതുക. ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോ ബൈറ്റ് ഫ്രം ബിലോ. ഇതിൽ കൊതുകിൻ്റെ കടി കൊണ്ട് പകരുന്ന രോഗം ഏതാണ്? കൺജങ്ക്റ്റിവിറ്റീസ്, ട്യൂബർക്കുലോസിസ്, ഡെങ്കി ഫീവർ, പിന്നെയോ കോളറ.
ഇവിടെ മസ്കിറ്റോ ബൈറ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് 99-ാമത്തെ പേജ് പറയുന്നുണ്ട്. ത്രൂ മസ്കിറ്റോ. ഫിലാരിയാസിസ്. ഫിലാരിയാസിസ് എന്ന് പറയുന്ന സാധനം ഇവിടെ തന്നിട്ടില്ല. മലേറിയ ഇവിടെയില്ല. ഡെങ്കി ഫീവർ, പിന്നെ ചിക്കൻ ഗുനിയ. ഇതിലേതാണുള്ള? ഡെങ്കി ഫീവർ ഉണ്ടോ? യെസ്, ഡെങ്കി ഫീവർ. ചിക്കൻ ഗുനിയയില്ല. അപ്പം കൺജങ്ക്റ്റിവിറ്റീസും ട്യൂബർകുലോസിസും കോളറയും അതൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ പകരുന്നത് എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കൺജങ്ക്റ്റിവിറ്റീസ് ആണെങ്കിൽ ത്രൂ കോണ്ടാക്റ്റ് ആണ്. ട്യൂബർകുലോസിസ് ത്രൂ എയർ ആണ്. കോളറ എന്ന് പറയുന്നത് ത്രൂ ഹൗസ് ഫ്ലൈ ആണ്. പിന്നെ അതുപോലെ കോളറ ത്രൂ വാട്ടർ ആൻഡ് ഫുഡാണ്. അപ്പം ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം ഡെങ്കി ഫീവർ ആണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി 8. എന്താണ് ആക്ടിവിറ്റി 8? വിച്ച് ഓർഗനിസം ഈസ് നോൺ ആസ് റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ? റൈറ്റ് 2 യൂസസ് ഓഫ് ദിസ് ഓർഗനിസം. അതായത് കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിയുടെ പേരെഴുതുക. ഇവ പേജ് നമ്പർ 129 പറയുന്നുണ്ട്. കോറൽസ്. എന്താണ് കോറൽസ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ദി കോറൽസ് ഡിസ്ക്രൈബ്ഡ് ആസ് റെയിൻ ഫോറസ്റ്റ് ഓഫ് ദി സീ. മഴക്കാടുകൾ എന്നറിയപ്പെടുന്ന സാധനമാണ് ഈ പവിഴപ്പുറ്റുകൾ. ആർ ലിവിങ് ഓർഗനിസം ദാറ്റ് അപ്പിയർ ലൈക്ക് എ ഗാർഡൻ. അതൊരു പൂന്തോട്ടം പോലെയാണ്. അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. കടലിൻ്റെ അടിയിലാണത്. They are also the habitat of different kind of sea creatures. Corals that control sea turbulence to some extent and are used for making medicines. ഇത് നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളെ തടഞ്ഞു നിർത്തും. കോറൽസ് ദാറ്റ് കൺട്രോൾ സീ ടർബുലൻസ്. കടൽക്ഷോഭങ്ങളെ തടഞ്ഞു നിർത്തും. ടു സം എക്സ്റ്റെൻറ്റ് ആർ യൂസ്ഡ് ഫോർ മെഡിസിൻസ്. മരുന്നുകളുടെ ആവശ്യത്തിനും ഫോർ വേരിയസ് ഡിസീസസ്. പല അസുഖങ്ങൾക്ക്. ആർ നൗ ഫേസിങ് ദർ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം കടൽക്ഷോഭങ്ങൾ നിർത്താനും മെഡിസിനും വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യമുണ്ട്, റെയിൻ ഫോറസ്റ്റ് ഓഫ് ദ സീ എന്ന് പറയുന്നത് കോറൽസ് ആണ്. റൈറ്റ് 2 യൂസസ് ഓഫ് ദി ഓർഗനിസം. കടൽക്ഷോഭങ്ങൾ, സീ ടർബുലൻസ് ആൻഡ് മെഡിസിനും വേണ്ടിയാണ്. റൈറ്റ് എനി 2 ആക്ടിവിറ്റീസ് ഓഫ് മാൻ വിച്ച് ഡിസ്ട്രോയ് ബയോഡൈവേഴ്സിറ്റി. പ്രകൃതി നശീകരണത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന മനുഷ്യരുടെ ഏതെങ്കിലും 2 ഇടപെടലുകൾ വിശദമാക്കുക. ഒന്നാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ജൈവ വൈവിധ്യം നശിപ്പിക്കുന്ന മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡീഫോറസ്റ്റേഷൻ. വനങ്ങൾ നശിപ്പിക്കുന്നത്, ഫോറസ്റ്റുകൾ നശിപ്പിക്കുന്നത് ഇല്ലാണ്ടാക്കുക. ലെവലിംഗ് പാഡി ഫീൽഡ് ആൻഡ് വാട്ടർ ബോഡീസ് വിത്ത് മഡ്. അതുപോലെ തന്നെ പാഡി ഫീൽഡുകൾ, അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് ഇല്ലാണ്ടാക്കുന്നത് നിർത്തലാക്കുക. ക്യാച്ചിങ് ഫിഷ് ബൈ മേക്കിംഗ് പോയിസൺ ഇൻ വാട്ടർ.